ഇൻഗ്രീഡിയൻസ്: ഉപ്പ്, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല, ഗരം മസാല, മുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, some also a little bit of organic apple cider vinegar. Squeeze it. Okay, മിക്സ് ഇറ്റ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് സോ കഴുകി വാരിയ പോത്തിൻ്റെ മുഴനഞ്ചാണിത്. സോ നമ്മൾ ഇതെല്ലാം മസാല നമ്മളതിലേക്ക് ആഡ് ചെയ്യണം. ഇതൊരു 15 to 20 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കും. ശരിക്കും പറഞ്ഞാൽ 1 to 2 hours ആണ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടത്. 15 to 20 മിനിറ്റ്സ് മതി. എന്നാലും അപ്പോൾ ഇനി 7 വിസിൽ വരെ. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് പ്രോസസ്സ് കപ്പ. ഇതിപ്പോൾ പറമ്പിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന കപ്പയാണ്, ഫ്രഷ്. അപ്പോൾ ഇത് കണ്ടോ, കപ്പ ഇതുപോലെ വലിയ പീസായിട്ട് വേണം നുറുക്കാനായിട്ട്. കാരണം ഇത് പണ്ട് മുതലുള്ള ഞങ്ങളുടെ സിറിയൻ ക്രിസ്ത്യാനി കുടുംബങ്ങളിലെ എല്ലായിടത്തും ആഹാ നല്ല മണം. ഇനിയിപ്പോൾ കപ്പ വേവിക്കാൻ വെക്കാൻ പോവാണ്. ഇതിനകത്ത് ഇട്ടേക്കുന്നത് ഉപ്പ് ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, കുറച്ച് ജീരകപ്പൊടി ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് മിക്സ് ചെയ്യണം. കപ്പയും വെന്തു, എല്ലും ഇതാവും, നെയ്യൊക്കെ നല്ല സെറ്റായിട്ട് കിടക്കണം. അപ്പം ഇനി അടുത്തത് മിക്സിങ് റൗണ്ടാണ്. ഈ കട്ടി കിട്ടുന്നു, ചറപറാപ്പട്ടി. ഇനി ചെറുള്ളി ചതച്ച ഇഞ്ചി, ചതച്ച വെളുത്തുള്ളി ആഡ് ചെയ്യണം. അപ്പോൾ നന്നായിട്ട് വഴന്നു വന്നു. ഇനി അടുത്തത് മിക്സിങ് റൗണ്ട്. ആഡ് ചെയ്തേക്കുന്നത് ഇതിനകത്ത് കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. ഞാൻ പറഞ്ഞില്ലായിരുന്നു ലാസ്റ്റ് ആ കുരുമുളക് പൊടി ചേർക്കുന്നത്. കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, കുറച്ച് മീറ്റ് മസാല,